പ്രശസ്ത കന്നഡ സാഹിത്യകാരനും യുക്തിചിന്തകനുമായ കെ.എസ്. ഭഗവാന് സംഘപരിവാറിന്റെ വധഭീഷണി. എഴുത്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വധിക്കുമെന്നാണ് സംഘപരിവാർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. സ്വതന്ത്ര എഴുത്തിനും യുക്തിചിന്തയ്ക്കുമെതിരെ സംഘപരിവാർ ശക്തികൾ വീണ്ടും വാളോങ്ങുകയാണ്. ഇത്തവണ കന്നഡ എഴുത്തുകാരൻ കെ.എസ്. ഭഗവാന് നേരെയാണ് വധഭീഷണി. പൂനെയിൽ ഗോവിന്ദ് പൻസാരിയെയും ധാർവാഡിൽ എം കൽബുർഗിയെയും വകവരുത്തിയതിന് പിന്നാലെയാണ് മറ്റൊരു എഴുത്തുകാരന്റെ കൂടി നേർക്ക് സംഘപരിവാറിന്റെ ഭീഷണി. തപാൽ മാർഗം ഭഗവാന്റെ വീട്ടിലെത്തിയ ഭീഷണിക്കത്തിൽ താങ്കളാണ് തങ്ങളുടെ മൂന്നാമത്തെ ഇരയെന്ന് സംഘപരിവാർ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ വരുമ്പോൾ ഒരു പോലീസ് സുരക്ഷയും താങ്കളെ സംരക്ഷിക്കില്ലെന്നും ദിവസങ്ങൾ എണ്ണിക്കോളൂ എന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട്. കൽബുർഗി മരിച്ച ദിവസം അടുത്ത ലക്ഷ്യം ഭഗവാനാണെന്ന് ബജ്രംഗ് ദൾ നേതാവ് ഭുവിഷ് ഷെട്ടി ട്വീറ്റ് ചെയ്തത് വാർത്തയായിരുന്നു. പിന്നീട് ഇയാളെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കെ.എസ്. ഭഗവാൻ ഭഗവത്ഗീതയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ സംഘപരിവാറുകാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അന്നുതൊട്ട് സംഘപരിവാർ ഈ എഴുത്തുകാരനെതിരെ ഭീഷണിയുമായി രംഗത്തുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ മൈസൂരിലെ വീടിന് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. മുംബൈയിൽ 4 ദിവസത്തേക്ക് ഇറച്ചി നിരോധനം ഏർപ്പെടുത്തിയതിനെ വിമർശിച്ച ബോളിവുഡ് താരങ്ങളായ സോനം കപൂറിനും സോനാക്ഷി സിൻഹയ്ക്കും ട്വിറ്ററിൽ രൂക്ഷ വിമർശനം. ജൈനമതക്കാരുടെ ഉപവാസത്തോടനുബന്ധിച്ചാണ് നഗരത്തിൽ 4 ദിവസത്തേക്ക് ഇറച്ചി നിരോധനം ഏർപ്പെടുത്തിയത്. സ്ത്രീ വിദ്വേഷികളായ സങ്കുചിത മനസ്ഥിതിയുടെ കാര്യത്തിൽ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് കടക്കുകയാണെന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വാർത്തകളോട് സോനം കപൂർ പ്രതികരിച്ചത്. ട്വീറ്റ് വന്ന നിമിഷങ്ങൾക്കകം തന്നെ വിമർശനങ്ങളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. പ്രതികരണങ്ങൾ അതിര് കടന്നതോടെ വിമർശകരെ മന്ദബുദ്ധികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സോണം ട്വീറ്റ് അവസാനിപ്പിച്ചു. സോണത്തിന് പിന്തുണയുമായാണ് സോനാക്ഷി എത്തിയത്. മുംബൈയിൽ ഇറച്ചി നിരോധിച്ചത് വിഡ്ഢിത്തമാണെന്നായിരുന്നു സോനാക്ഷിയുടെ ട്വീറ്റ്. സോനാക്ഷിയുടെ ഇരട്ടത്താപ്പിൽ കലിവുണ്ടായിരുന്നു പല പ്രതികരണങ്ങളും. നേരത്തെ മൃഗങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞ സോനാക്ഷി ഇപ്പോൾ ഇറച്ചി നിരോധനത്തിനെതിരെ പ്രതികരിച്ചത് വിരോധാഭാസമായും ആക്ഷേപമുയർന്നു. കൂടാതെ BJP നേതാവായ പിതാവ് ശത്രുഘ്ൻ സിൻഹയെ പരാമർശിച്ചും ട്വീറ്റുകളുണ്ട്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കായംകുളത്തെ എക്സൈസ് റെയ്ഡിൽ 10 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എക്സൈസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. എക്സൈസ് കമ്മീഷണറും കായംകുളം എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത്. കായംകുളത്തെ 18ാം നമ്പർ ഷാപ്പിലായിരുന്നു സംഘത്തിന്റെ പരിശോധന. ഷാപ്പിന്റെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതായി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. 10 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. ബഹുമാനപ്പെട്ട കേരള എക്സൈസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും കായംകുളം എക്സൈസ് റേഞ്ച് പാർട്ടിയും കൂടി ചേർന്ന് കായംകുളം റേഞ്ചിലുള്ള TS നമ്പർ 18 കാപ്പിൽ മേക്കിഷ് കള്ളിഷാപ്പിൽ നിന്നും കള്ളിൽ കലക്കാനായി കൊണ്ടുവന്ന 10 ലിറ്റർ സ്പിരിറ്റ് കണ്ടെടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസിലെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്പിരിറ്റുമായിട്ട് വന്ന അമൽ എന്ന വ്യക്തിയെയും ഈ ഷാപ്പിൻ്റെ മാനേജരായ ചുമതലക്കാരനായ സനോജ് എന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കായംകുളത്ത് നേരത്തെയും എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ മായം കണ്ടെത്തിയ കള്ളുകളും സ്പിരിറ്റും പിടികൂടിയിരുന്നു. 2 മാസം മുമ്പ് നിരവധി ഷാപ്പുകളിലായിരുന്നു എക്സൈസ് സംഘത്തിന്റെ ഇങ്ങനെയുള്ള പരിശോധന. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ എണ്ണം പെരുകുമ്പോൾ നായ്ക്കളുടെ വംശനിയന്ത്രണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനുമായി കേന്ദ്രം അനുവദിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയില്ല. ഒരാൾക്ക് 445 രൂപ നിരക്കിൽ കേന്ദ്രം നടപ്പാക്കിയ പദ്ധതിയുടെ 50% വഹിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകാതിരുന്നതാണ് പദ്ധതി അവതാളത്തിലാകാൻ കാരണം. തെരുവ് നായ്ക്കൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുമ്പോഴാണ് ഇവയെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഇനിയും ഫയലുകളിൽ ഉറങ്ങുന്നത്. നായ്ക്കളെ കൊല്ലാൻ പാടില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കേന്ദ്രം നായ്ക്കളുടെ വംശവർദ്ധനവ് തടയാനും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിനുമായി പദ്ധതി തയ്യാറാക്കിയത്. ഒരാൾക്ക് 445 രൂപ നിരക്കിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ സംസ്ഥാനത്തെ ഒരു പഞ്ചായത്ത് പോലും നാളിതുവരെ പദ്ധതിക്കായി ഒരു പൈസ പോലും മാറ്റിവെച്ചിട്ടില്ല. പദ്ധതി നടപ്പിലാക്കാൻ നേതൃത്വം നൽകേണ്ട സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തെക്കുറിച്ച് തിരക്കൊന്നുമില്ല. നിലവിലെ സംവിധാനത്തിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുക അസാധ്യമാണെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പറയുന്നത്. ഇക്കാര്യത്തിൽ ഫലവത്തായ നടപടി ഉണ്ടാകണമെങ്കിൽ സർക്കാർ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുകയാണ് വേണ്ടതെന്നാണ് ഇക്കൂട്ടരുടെ വാദം. പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു നിയമ നിർമ്മാണമോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ പോയി ഈ ഒരു നിബന്ധനകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരുവുനായ്ക്കളെ കൊല്ലരുത് എന്ന എന്തെങ്കിലും രീതിയിലുള്ള നിയമങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള ക്രമീകരണമാണ് ചെയ്യേണ്ടത്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളുടെ എണ്ണം നാൾക്കുനാൾ സംസ്ഥാനത്ത് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2013 1,30,000 പേർക്കും 2014 1,19,000 പേരും നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട്.
2013 11 പേർ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ഇക്കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഓരോരുത്തർ വീതം മരണപ്പെടുകയുണ്ടായി. തെരുവ് നായകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ച് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഈ വർഷം മാത്രം 45,000 പേരെയാണ് തെരുവ് നായ കടിച്ചത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും സർക്കാർ മനസ്സിലാക്കണം. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം ലെസ്ലി ജോൺ, പത്തനംതിട്ട. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് കൊല്ലം പൂന്തലിലെ ജനങ്ങൾ നടത്തിവന്ന സമരം പോലീസ് ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചു. ഔട്ട്ലെറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ സംരക്ഷണം അനുവദിക്കണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണ് പോലീസ് സമരക്കാരെ മാറ്റിയത്. സ്ത്രീകളടക്കം 100ഓളം പൂന്തൽ നിവാസികളാണ് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ബിവറേജ് ഔട്ട്ലെറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 161 ദിവസമായി സമരം നടത്തി വന്നിരുന്നത്. ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സൗകര്യമൊരുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചത്. സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തവരെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തു. ബിവറേജസിലെത്തുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സഹിക്കാനാകാതെയാണ് പ്രതിഷേധത്തിനെത്തിയതെന്ന് സമരക്കാർ പറഞ്ഞു. കോടതിയെ സർക്കാരും ജയിച്ചു. സർക്കാരിൻ്റെ വരുമാന മാർഗം കൂട്ടി ഞങ്ങൾ നാട്ടുകാരായ ജനങ്ങളും അയൽപക്കത്തുള്ള 10 വയസ്സ് കഴിഞ്ഞുള്ള ആൺകുട്ടികളും വെള്ളവടിയേക്ക് അടിമയാകുന്നു. കുട്ടികൾക്ക് സന്ധ്യ കഴിഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. വഴി നടക്കുന്നവർക്ക് ഡോറ് തുറന്നു വെച്ച് തുപ്പുക, അവരെ ദേഹത്ത് വീഴുക, തുറക്കുന്ന ഡോർ അവരെ ശരീരത്ത് മുട്ടുക, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കുടിച്ച് കഴിയുമ്പം അവരാരാന്നറിയാത്ത രീതിയിൽ കൂടാണ് ഇവിടെ നടക്കുന്നത്. അത്രയും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാകാതെ ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് സമരക്കാരെ ഒഴിപ്പിച്ച ശേഷം കൊല്ലം ACP സുരേഷ് ബാബു പറഞ്ഞു. ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകും. ഈ പബ്ലിക്കിന് ഇത് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് മറ്റ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പരമാവധി പോലീസ് ശ്രമിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജമ്മുകശ്മീരിൽ മാട്ടിറച്ചി വിൽപ്പന നിരോധിച്ചു. ജമ്മുകശ്മീർ ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത്. പരിമോഡ് സേത്ത് എന്ന അഭിഭാഷകൻ നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ധീരജ് സിംഗ്, ജസ്റ്റിസ് ജനകരാജ് കോട്വാൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. ഗോവധത്തിനെതിരെ അഭിഭാഷകനായ പരമോക്ഷ് സേത്ത് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് ജമ്മു ഹൈക്കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്ത് ഗോവധവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് കോടതി നൽകിയ നിർദ്ദേശം. ജസ്റ്റിസ് ധിരാജ് സിംഗ് ഠാക്കൂർ, ജസ്റ്റിസ് ജനകരാജ് കേട്വാൾ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. കന്നുകാലികളെ കൊല്ലുന്നതും മാംസം വിൽക്കുന്നതും 298A, RPC 298B വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ജൈന മതാഘോഷ ചടങ്ങുകളെ തുടർന്ന് മഹാരാഷ്ട്രയിൽ താൽക്കാലികമായി മാംസം നിരോധിച്ചതിനെതിരെ ശിവസേനയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരോധനത്തിനെതിരെ നിരോധനം എന്ന മുദ്രാവാക്യം മുഴക്കി ദാദർ മാർക്കറ്റിൽ ചിക്കനും മാംസവും പരസ്യ വിൽപ്പന നടത്തിയായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പച്ചക്കറികളിലെ വിഷാംശ പരിശോധനയുടെ റിസൾട്ട് 1 മാസം കഴിഞ്ഞിട്ടും വന്നില്ല. 2 ആഴ്ചക്കകം വരുമെന്ന് പറഞ്ഞ പരിശോധനാ ഫലമാണ് വൈകുന്നത്. റീജിയണൽ അനലിറ്റിക്കൽ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാലേ നടപടി സ്വീകരിക്കാനാകൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും ശുഭരാത്രി. വാളയാർ, മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റുകളിൽ ആഗസ്റ്റ് മാസം 6 നടന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണിത്. സംസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി കടന്നുവരുന്ന പൊള്ളാച്ചി, മേട്ടുപ്പാളയം, ഊട്ടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വാഹനങ്ങളിൽ നിന്നാണ് സാമ്പിളുകൾ എടുത്തത്. 2 ആഴ്ച കൊണ്ട് പരിശോധനാ ഫലം വരുമെന്നായിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗം അന്ന് പറഞ്ഞത്. എന്നാൽ മാസം 1 കഴിഞ്ഞിട്ടും റിസൾട്ടൊന്നും എത്തിയിട്ടില്ലെന്ന് പാലക്കാട് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ KM ജോർജ് വർഗീസ് പറഞ്ഞു. 6-ാം തീയതിയാണ് നമ്മൾ ഇവിടുന്ന് വെജിറ്റബിൾസ് സാമ്പിൾ എടുത്തിട്ടുള്ളത്. ലാബിൽ അയച്ച് പരിശോധിച്ച് റിസൾട്ട് വന്നതിൽ പെസ്റ്റിസൈഡിൻ്റെ അളവ് പരിധിയിൽ കൂടുതൽ ഉണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത നടപടിയുള്ളൂ. കേസോ അഡ്ജുഡിക്കേഷനോ എന്ത് നടപടിയാണെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികളിൽ അമിതമായ വിഷാംശമുണ്ടെന്ന തിരിച്ചറിവിനെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ പരിശോധന. ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം കാര്യക്ഷമമായി പരിശോധന നടന്നില്ലെങ്കിലും ലാബിലേക്ക് അയച്ച സാമ്പിളുകളുടെ റിസൾട്ട് പോലും ഇതുവരെ നൽകാൻ കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിന് കഴിഞ്ഞിട്ടില്ല. AK ലതീഷ്, പാലക്കാട്.